നമ്മൾ മിക്ക ആൾക്കാരും വെളിയിൽ പോകുമ്പോഴായിരിക്കും കാലിലെ പ്രശ്നങ്ങൾ പലതും ശ്രദ്ധിക്കുക. കരുവാളിപ്പാണെങ്കിലും നമ്മളുടെ ക്രാക്സ് ആണെങ്കിലും അല്ലെങ്കിൽ നെയിൽ പോളിഷ് പൊളിഞ്ഞുപോയി, ഇങ്ങനത്തെ പല കാര്യങ്ങളും അപ്പോഴായിരിക്കും ശ്രദ്ധിക്കുക അല്ലേ. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെഡിമെയ്ഡ് പെഡിക്യൂർ കിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, എപ്പോഴും എന്ത് ചെയ്യുകയാണെങ്കിലും നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ബ്രീത്ത് ചെയ്യുന്ന പോലെ നെയിൽസും ബ്രീത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആ നെയിൽ പോളിഷ് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും റിമൂവ് ചെയ്തിട്ട് ഒരു 24 മണിക്കൂർ അത് അങ്ങനെ വെച്ചില്ലെങ്കിൽ നെയിൽസ് കുറച്ച് കഴിയുമ്പോഴേലും മഞ്ഞ കളറായി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്പ് മനസ്സിൽ വയ്ക്കുക. ഈ ഒരു വീഡിയോ കഴിഞ്ഞതും ഒരു ദിവസമെങ്കിലും നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഹെർബൽ സ്ക്രബ് ഉപയോഗിച്ച്. അതായത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മോഹയുടെ ഹെർബൽ സ്ക്രബാണ്. ഈ ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുക, അഥവാ ഡെഡ് സ്കിൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ഇതൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും തരുന്നുണ്ട് കേട്ടോ. സപ്പോസ് നിങ്ങൾക്ക് ക്രാക്ഡ് ഹീൽസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക വിൻഡ് കീറൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഡെയിലി ബേസിസിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 5 ദിവസത്തിൽ ഫുൾ ക്രാക്ഡ് ഹീൽസ് മാറും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ക്രബിങ്ങിൽ വരികയാണെങ്കിൽ ഞാൻ കൈ വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് ഒരു ചെറിയ റൊട്ടേഷൻ മോഷനിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 5 മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ മേലെ ഒന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നമ്മുടെ നെയിൽസിൻ്റെ പോർഷനൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് വാഷ് ചെയ്ത് കളയാമെന്നുള്ളതാണ്. ഈ ഒരു ക്രീംസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന മോഹയുടെ ക്രീംസ് കംപ്ലീറ്റ് ആയിട്ട് പാരബിൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. മാത്രമല്ല ഒരു ആയുർവേദിക് ബേസ്ഡ് പ്രോഡക്റ്റ്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ പലർക്കും അലർജി ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഏതൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ സ്ക്രബൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് ഞാൻ സ്ക്രബ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വാഷ് ചെയ്ത് കളഞ്ഞ ശേഷം ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കളയാം കേട്ടോ. അപ്പം തുടയ്ക്കുമ്പോഴെല്ലാം എപ്പോഴും നമ്മളുടെ മുഖം എപ്പോഴും പലരും പറയാറുണ്ട് നമ്മൾ ഉരച്ച് തുടക്കാൻ പാടില്ല. അതേപോലെ തന്നെ കാലും അങ്ങനെ ഉരച്ച് തുടക്കാൻ പാടില്ല. ഒന്ന് വെറുതെ ഒപ്പിക്കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ക്രബ് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നിർബന്ധമായിട്ട് ചെയ്യണം. എന്നാൽ തന്നെ നമ്മൾ ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. ഇനി ഞാൻ ചെയ്യാൻ പോണ നമ്മളിൽ പലരും മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ പലരും ശ്രദ്ധിക്കാത്തൊരു സ്റ്റെപ്പാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു നെയിൽ ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്ന മോഹയുടെ നെയിൽ കെയർ ക്രീമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ നെയിൽസിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്, ചിലർക്ക് പൊട്ടിപ്പോകുന്നൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും ഡെയിലി ബേസിസിൽ ഒരു തവണയെങ്കിലും നെയിൽ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. സപ്പോസ് നിങ്ങൾക്ക് ക്രാക്ഡ് ഹീൽസ് പോലത്തെ പ്രശ്നങ്ങൾ, അതായത് വിൻഡ് കീറലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിംഗിൾ സ്റ്റെപ്പ് നിങ്ങളുടെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻ ദ സെൻസ് നിങ്ങൾ ഒരു 2 നേരം ഡെയിലി ബേസിസിൽ 5 ദിവസം ട്രൈ ചെയ്താൽ തന്നെ നിങ്ങളുടെ ക്രാക്ഡ് ഹീൽസൊക്കെ ഒരു പരിധി വരയ്ക്ക് കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം 2 മാസം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം വരാൻ വേണ്ടിയിട്ടും കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തില്ല, അതുകൊണ്ട് ഒന്നും കൂടി റീ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ കളർ അപ്ലൈ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നഖത്തിന് കളർ വരും, മഞ്ഞ കളർ വരാനുള്ള സാധ്യതയുണ്ട്. മുൻപൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നോർമലായിട്ട് പലരും ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരിക്കും. വെറുതെ നെയിൽ പോളിഷ് എടുത്തടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. പറ്റുവാണെങ്കിൽ ആ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടും നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് ബ്രീത്ത് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. അപ്പോൾ തന്നെ മാക്സിമം നമ്മുടെ നെയിൽസിന് വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും കേട്ടോ. പൊട്ടിപ്പോലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മഞ്ഞ കളർ ആവുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനൊരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വീട്ടിൽ നമ്മളുടെ തേങ്ങ പാലൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് പെഡിക്യൂർ ചെയ്യുന്നത്. സോ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അത്. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കാർഡ്സിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ആൻഡ് ബൈ.